Hi guys, welcome to my channel. It's me, Nandus. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഇത്രയും തവണ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളെ കാണിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ മാറ്റി പിടിക്കുകയാണ്. പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. കാരണം ഞാൻ അങ്ങനെ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാറില്ല. കാരണം എനിക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ കണ്ണൊക്കെ ചെയ്ത് പൊട്ടൊക്കെ തൊടാറ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും വേണ്ടില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇപ്പോഴാണ് അത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ മുഖത്ത് ഈ 2-3 പിമ്പിൾ കാരണം കൂടെ എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. പിന്നെ എത്രയെന്ന് വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. പ്രോഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ മുന്നേ എനിക്കിത് അൺബോക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പിമ്പിൾസ് ഒന്നും വക വയ്ക്കാണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സോ എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് വാങ്ങിക്കുക. കാരണം പിമ്പിൾസ് ചിലപ്പോൾ നന്നായിട്ട് പിമ്പിൾസ് വരും എനിക്ക്. അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ലിപ്പ് ബാമിൻ്റെ പൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇത് ഇങ്ങനെയൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇറ്റ്സ് മീ നന്ദൂസ്. നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീ നന്ദൂസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും ബോക്സസ് ആണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. ഒരു വലിയ ബോക്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു ചെറിയ ബോക്സ്, പിന്നെ അതിൻ്റെ ഒരു ചെറിയ ബോക്സ്. അങ്ങനെ ഇത് രണ്ടും പർപ്പിളിൽ നിന്നുള്ളതാണ്. ഇത് വേറെയാണ് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് അറിയാം ഞാൻ എന്താ വാങ്ങിച്ചത്. പക്ഷേ എന്നാലും ഫസ്റ്റ് ടൈം അല്ല എങ്കിലും കുറേ ബൾക്കായിട്ട് ഞാൻ വാങ്ങിയത് ഫസ്റ്റ് ടൈം. അതുകൊണ്ട് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിതിൽ ആദ്യം ഇത് അൺബോക്സ് ചെയ്യാം. ഇത് രണ്ടാമത്തെ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് ഇത് ഞാൻ ലാസ്റ്റ് തുറക്കണുള്ളൂ. ഇത് രണ്ടും ആദ്യം തുറക്കാം കേട്ടോ. ഇത് ആദ്യം അൺബോക്സ് ചെയ്യാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ കൊളാബോ ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാം ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ കുട്ടി ഷോർട്ടായിട്ട് ഇടാം. അതെല്ലാം ഞാൻ ജെനുവിനായിട്ടുള്ള റിവ്യൂ മാത്രമേ പറയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഞാൻ കുറേ പ്രോഡക്റ്റ് അവർ റിവ്യൂ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. സോ അവരൊക്കെ എത്രത്തോളം റിയൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഷോർട്സ് കാണുമ്പോൾ അതിന് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഇൻക്ലൂഡിങ് പെയ്ഡ് പ്രൊമോഷൻ. അപ്പോൾ കാണുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ജെനുവിനായിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എൻ്റെ ഹെയർ കെയർ അല്ല ബ്യൂട്ടി സ്കിൻ കെയറും എല്ലാം കെയറിങ്ങും അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്റ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. കാരണം ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കാണാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് കുറച്ചൊക്കെ പഠിച്ചത്. സോ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ബോക്സ് ഇതാണ് ഫസ്റ്റ് ബോക്സ്. ഈ പർപ്പിളിൻ്റെ എന്താ പറയുക പാക്കേജിങ്ങിലൊക്കെ ഒരു പ്രത്യേകത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതാ കണ്ട. അതുപോലെ ഇപ്പോഴത്തെ സൈഡിലുണ്ട് 2 സൈഡിലായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എഴുതിക്കുന്നത് ന്യൂ യുവർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ് ആയാലും എന്തിനായാലും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് എഴുതാറുള്ളത്. അപ്പോൾ ഞാനൊരു തവണ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് റോസ്മേരിയാണ് എഴുതിയിട്ടുണ്ടായത്. പക്ഷേ ഇത് രണ്ടും വേറെ കേട്ടോ. 2 ആസിഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് എന്താ പറയുക ആ ഒരു ആസിഡൊക്കെ ഉള്ളൊരു ടൈപ്പ് പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലെങ്ങാനും അതൊന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് നോക്കാം. കാരണം ഇത് ഞാൻ വായിക്കണം പറയണമെന്നില്ല. അതിനൊന്നും നേരമില്ല. എനിക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. എനിക്കിത് കാണാണ്ട് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തത് വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഞാൻ ഇപ്പോഴാണ് തുറക്കാണ്ട്. എൻ്റെ ഒരു പിമ്പിൾ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിട്ടേൺ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പോകും. കാരണം എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് നേരെ തുറന്നു നോക്കാം കേട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബില്ലാണ് കൊടുത്തേക്കണം. ബില്ല് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. എന്താ ബബിൾ റാപ്പൊക്കെ ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്തോ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാട്ടോ. ഫ്രണ്ട് ക്യാമറയിൽ കൂടെ വീഡിയോ എടുക്കണമെന്നുണ്ട് തിരിച്ചായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ ഇത് NYBയുടെ ഒരു സ്റ്റോപ്പ് ക്രീമാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഷോർട്ടാക്കി തരാം. നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതും ഒരു പേപ്പറിലാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ലല്ലോ. ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയേക്കുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ അലോവേര ജെല്ലാണ് കേട്ടോ. ഇത് ഫ്രീ കിട്ടിയേക്കണം. എന്നിട്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ പാക്കിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ 30 ml ഉണ്ട് തന്നെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഫ്രീ പ്രോഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഫ്രീ പ്രോഡക്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഫ്രീ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. നമുക്ക് അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഈ ഒരു 2 എണ്ണമാണ് ഈ ഒരു പാക്കേജിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാം. നമ്മുടെ വലിയ ബോക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ബോക്സ്.
ഇതിൻ്റെ സൈഡിലൊന്നും ഇരിട്ടില്ല, രണ്ട് സൈഡിൽ ഇരിട്ടില്ല, കുറച്ച് വലിയ വെയിറ്റ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പറഞ്ഞ പോലെ എന്താ പറയുക ഇൻഗ്രീഡിയൻറ്റിന് വെച്ചത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. എനിക്ക് വലിയ ബോക്സ് പൊട്ടിക്കാനാണ് കൊതി. കാരണം ഇതിനകത്ത് എനിക്കറിയാവുന്ന സാധനങ്ങളാണെങ്കിൽ പോലും ഞാനത് ആദ്യം കാണാൻ പോകണം നേരിട്ടേ. നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. സോ നമുക്ക് വേഗം അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ആദ്യം ബില്ലാണ്. വലിയതോ എത്ര നാളൊന്നും ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇത് ബില്ല. നമുക്ക് ഓർമ്മയ്ക്ക് വേറെ ഒരു ഇതാണ് കേട്ടോ റാപ്പ് ചെയ്തേക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് നോക്കിയിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് കേട്ടോ. ഞാനിത് കുറേ ഞാനിത് വാങ്ങിക്കാൻ വിചാരിക്കുന്നത്. എന്താ പറയുക, യൂട്യൂബിൽ കുറേ ആയി ഞാനിതൊക്കെ ട്രെൻഡായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും വാങ്ങിക്കുന്നത് കുറേ ഞാൻ വാങ്ങിക്കണം വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും ഞാൻ വാങ്ങിക്കുന്നത്. എൻ്റെ ആൻഡ്രോൺസ് ഒന്നും അത്ര ഡാർക്കല്ല, പക്ഷേ എന്നാലും ഡാർക്കായി തുടങ്ങി. ഇങ്ങനെ ഞാൻ ശരിയായി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാരണം കൊണ്ടാണ് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മേടിച്ചാണത്. നമ്മുടെ ഡംഡോക്കിൻ്റെ ഹൈക്കോളിക് ആസിഡാണ്. നമ്മുടെ അണ്ടർആം ട്രീറ്റ്മെൻറ്റ് അണ്ടർആം സ്പ്രേ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ പറയാം. അപ്പോൾ ഇതാണ് തേർഡ് പ്രോഡക്റ്റ്. നമുക്ക് അടുത്ത് നോക്കാം. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് പാക്കേജിങ്ങിലാട്ടോ നമ്മൾ വന്നിട്ട്. നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇത് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. നമുക്ക് സജഷൻസ് വരുന്ന സാധനമാണ് കേട്ടോ. നമ്മുടെ ആക്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതാണ് ഞാൻ അടുത്ത പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഞാനങ്ങനെ ഹെയറിൽ ഞാൻ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ പാക്ക് ഒന്നും കേട്ടോ. ഞാൻ ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഞാനങ്ങനെ ഹെയറിൽ അങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അരച്ചിട്ടൊക്കെ തലത്തിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ പറയുക എല്ലാവരും റിവ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് വാങ്ങിക്കാൻ തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഇതിൻ്റെ വലിയ ഹെയറിന് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒത്തിരി പേര് റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ആക്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ റോസ്മേരി ആൻഡ് കറി ലീഫ് ആണ് കേട്ടോ. അതിൻ്റെ പൗഡറാണ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഷോർട്സിലൂടെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. പിന്നെ എനിക്ക് ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ അടുത്ത് കാണിക്കണം കേട്ടോ. വേറെ ഒന്നും വിചാരിക്കില്ല. പിന്നെ എൻ്റെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും മാറ്റം കണ്ടാലും ആരും കണ്ടില്ല വെച്ചാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണണേ. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതിന് ലാസ്റ്റാണ്. പിന്നെ അതിന് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ NYBയുടെ മാറ്റ് ഐലൈനറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാറുള്ള ഐലൈനർ മറ്റേ എന്തോ ഒരു യെല്ലോ കളറുള്ളല്ലേ കളോസലിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ അത് ഞാൻ മാറ്റി പിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനെ കുറച്ച് 250 റുപ്പീസിൻ്റെ മേലെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞാനൊരു 99 ആ ഒരു റുപ്പീസിലാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, എന്തായാലും ഒറിജിനൽ വാങ്ങിക്കണം. അപ്പോൾ ഇതും കൂടെ ഒന്ന് മേടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് NYBയുടെ ഐലൈനറാണ്. വാട്ടർ പ്രൂഫ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്തിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ഇനി ഇത് NYBയുടെ തന്നെയാണ്. ഇത് NYBയുടെ മസ്കാരയാണ് കേട്ടോ. ലോങ് ലാഷ് മസ്കാരയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ പർപ്പിളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ആ പ്രോഡക്റ്റുകൾ നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു മസ്കാരയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. എൻ്റെ കയ്യിൽ ഓൾറെഡി മസ്കാര ഉണ്ടെങ്കിലും ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ്. അതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും യൂസ് ചെയ്യണത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ കാണിക്കാം. ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെന്താ, ഇന്ന് ഞാനൊരു മതി കൂറായിട്ടാണ് വന്നേക്കണേ. കാരണം നമ്മൾ ആകെ പൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ലിബാം. കാരണം ഇവനാണ് ഇതിന് കാരണം. പിന്നെ തലയിലൊക്കെ ആകെ തന്നെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് ചെയ്യും, വെറുതെ വായിക്കാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.